അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമളാനിൻ്റെ പാപമോചനത്തിൻ്റെ കാലവും അതിൻ്റെ സായാഹ്നത്തോടടുക്കുകയാണ്. ഈ കാലത്ത് നമ്മൾ ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യയാണ് ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ പതിവാക്കുക എന്നത്. അത് വിശ്വാസികളുടെ അടയാളമാണ്. ജീവിതത്തിൽ ഒരു കളങ്കം പോലും സംഭവിക്കാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിയവരാണ്. സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെയാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവർ അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവരാണ് എന്ന്. ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണത്. നമ്മൾ എല്ലാ ദിവസവും റമളാനിൽ ആ സമയത്ത് ഉണർന്നിരിക്കുന്നു. റമളാൻ അല്ലാത്ത കാലത്തും അതിന് സാധിച്ചാൽ അത് വലിയ സൗഭാഗ്യമായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. യാത്രാമധ്യേ രാത്രിയായപ്പോൾ ഒരു പള്ളിയിൽ കിടക്കാമെന്ന് കരുതി. സാഹചര്യമില്ലാതെ വന്നപ്പോൾ മഹാനവറുകൾ പുറത്തിറങ്ങി. വെളിച്ചം കണ്ട ഒരു വീടിൻ്റെ വാതിൽ മുട്ടി. ആൾ വന്നപ്പോൾ പറഞ്ഞു, ഇന്നത്തെ രാത്രി വീട്ടിലേക്ക് എത്തില്ല, കിടക്കാൻ ഒരു സൗകര്യം വേണം. അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോൾ വീട്ടുകാരൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ശബ്ദം കേൾക്കുന്നു. ദീർഘമായ സമയം. എന്തായിരിക്കും കാരണമെന്നറിയാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു. വലിയ പാതകങ്ങളും ചെയ്തോ, വലിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും? അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തന്നു. ഇനി ഒരേ ഒരു ആഗ്രഹം ബാക്കിയുണ്ട്. ഈ കാലത്തു ജീവിക്കുന്ന 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ എന്ന പണ്ഡിതനെ കാണണം മരിക്കുന്നതിൻ്റെ മുമ്പ്. മഹാനവറുകൾ പറഞ്ഞു, ഞാനാണ് അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. അള്ളാഹു എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയായി എന്ന് സന്തോഷം അറിയിച്ചു. ഇസ്തിഗ്ഫാർ പാപം പൊറുക്കാൻ മാത്രമല്ല, നമ്മുടെ എല്ലാ ആഗ്രഹ സാഫല്യങ്ങൾക്കും എല്ലാ വിഷയങ്ങളുടെയും സന്തോഷകരമായ പരിസമാപ്തിക്ക് ഇസ്തിഗ്ഫാർ സഹായകമാകും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ജീവിതത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.